ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരേ രാമ. ദേവീ ശരണം. രാമായണം എന്ന പേരിനെ കുറിച്ച് പ്രസിദ്ധമായിട്ട് പ്രചരിക്കുന്ന അർത്ഥം രാമസ്യ അയനം, രാമൻ്റെ ജീവിതയാത്ര എന്നാണ്. എന്നാൽ രാമസ്യ അയനം എന്നതുപോലെ തന്നെ രാമായണം രാമായ അയനം കൂടിയാണ്. രാമ എന്ന് പറയുമ്പോൾ രാമപത്നി സീതാദേവി എന്നതാണ്. രാമൻ്റെ ജീവിതയാത്ര എന്നതുപോലെ തന്നെ സീതയുടെ ജീവിതയാത്ര കൂടിയാണ് രാമായണം. രാമായ അയനം സീതാദേവിയുടെ ജീവിതയാത്ര. സീതാദേവിക്ക് സവിശേഷമായ പ്രാധാന്യം രാമായണ കഥയിലുണ്ട് എന്നുള്ളത് കൊണ്ട് രാമായണം സീതായനം തന്നെയാണ് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. രാമായണ കഥയിലെ ബാലകാന്ഡം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത് സീതാ സ്വയംവരത്തോടു കൂടിയിട്ടാണ്. ഇവിടെ സ്വയംവരം എന്ന് പറയുന്ന വിവാഹ രീതി ഭാരതീയ സംസ്കൃതി അനുസരിച്ച് 7 തരത്തിലുള്ള വിവാഹങ്ങളെ പറ്റി പറയുന്നു. അതിലൊന്നാണ് സ്വയംവരം. സ്വയംവരം എന്നതിൽ കന്യകയാണ് സ്വയം വരിക്കുന്നത്. സ്ത്രീയുടെ പക്ഷത്ത് കൂടുതൽ പ്രാധാന്യമുള്ള വിവാഹ രീതിയാണ് സ്വയംവരം എന്ന് കാണാം. അപ്പോൾ സീതയാണ് സ്വയം വരിക്കുന്നത് എന്ന് അർത്ഥം. സീതാ സ്വയംവരത്തോടു കൂടിയിട്ടാണ് രാമായണത്തിൻ്റെ ബാലകാന്ഡം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത്. അയോധ്യാകാന്ഡത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അയോധ്യാകാന്ഡത്തിൽ രാമന് വനവാസം കൽപ്പിക്കുന്നു. എന്നാൽ രാമൻ വനവാസത്തിന് അനുവാദത്തിനായി അമ്മയെയും സഹോദരനായ ലക്ഷ്മണനെയും പത്നിയായ സീതാദേവിയെയും സമീപിക്കുമ്പോൾ സീതാദേവി വനവാസത്തിന് താനും വരാൻ സജ്ജമാകുന്നു എന്ന വിവരമാണ് അറിയിക്കുന്നത്. സീതാദേവി പറയുന്നു, രാമായണങ്ങൾ പലതും കവിവര രാമോദമോടെ പറഞ്ഞു കേൾപ്പുണ്ടു. ഞാൻ പല രാമായണങ്ങളും കേട്ടിട്ടുണ്ട്. എല്ലാ രാമായണ കഥകളിലും വ്യത്യസ്തങ്ങളായ പാഠഭേദങ്ങൾ ഉണ്ടാകാമെങ്കിലും എവിടെയെങ്കിലും സീതയെ കൂടാതെ രാമൻ കാട്ടിൽ പോയതായി പറയുന്നില്ല. ഇത് എഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടിൽ മാത്രം കാണാൻ സാധിക്കുന്ന ഒരു പരാമർശമാണ്. എഴുത്തച്ഛൻ്റെ രാമായണ കാവ്യത്തിലെ സീത ഇതര രാമായണ കാവ്യങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പാഠഭേദങ്ങളുള്ള രാമായണങ്ങളെയൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ പരാമർശം നടത്തുന്നത് എന്ന് കാണാം. അപ്പോൾ വനത്തിന് പോകാൻ സീത രാമനെ അനുഗമിക്കാൻ തയ്യാറാവുകയും ഈ വിവരം രാമനോട് പറയുകയും അതിനെ നിഷേധിക്കാൻ ശ്രമിക്കുന്ന ശ്രീരാമനെ വ്യക്തവും സ്പഷ്ടവുമായ വാദമുഖങ്ങൾ കൊണ്ട് പറഞ്ഞ് അംഗീകരിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് വനയാത്രയ്ക്ക് ഉദ്യുക്തയാകുന്നത്. ശ്രീരാമനെ സംബന്ധിച്ചിടത്തോളം ദശരഥൻ്റെ കൽപ്പന പ്രകാരം വനയാത്രയ്ക്ക് നിർബന്ധിതനാണ്. എന്നാൽ സീതാദേവിയെ സംബന്ധിച്ചിടത്തോളം സീതാദേവിയുടെ സ്വതന്ത്രമായ തീരുമാനമാണ് വനയാത്ര എന്ന് കാണാം. അഥവാ സീതാദേവിയുടെ വനയാത്രയാണ് തുടർന്നുള്ള രാവണൻ്റെ സീതാപഹരണത്തിനും അതിനെ തുടർന്ന് ലങ്കാപുരിയിലേക്കുള്ള ശ്രീരാമൻ്റെ യാത്രയ്ക്കും സമുദ്രലംഘനത്തിനും രാവണവധത്തിനും പശ്ചാത്തലമാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ രാമായണ കഥയിലെ ഡിസിഷൻ മേക്കർ ആയിട്ട് പ്രവർത്തിക്കുന്നത് സീതാദേവിയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹരേ രാമ. Relax. Redefine yourself.
Hotel near Kannur Airport, Mattanur.